അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 8 തസ്കിയത്തുൽ വിൽദാൻ ഓഫിർലി എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 8 തസ്കിയത്തുൽ വിൽദാൻ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തലം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. നമുക്കിപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബിന്റെ സഹോദരൻ. ഓപ്ഷൻസ്: ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു. ചിത്രം ഹംസ റളിയല്ലാഹു അൻഹു. 2. അബൂ ലഹബിന്റെ മക്കളായ ഉത്ബത്തും മുഅത്തിബും മുസ്ലിമായി. ഓപ്ഷൻസ്: യോമ ബദർ, യോമ ഫത്ഹി മക്ക, യോമ ഹുനൈൻ. ചിത്രം യോമ ഫത്ഹി മക്ക, ഫത്ഹു മക്ക ദിവസം. 3. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ്. ഓപ്ഷൻസ്: ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. ചിത്രം ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. 4. ജാഹദത് തഖയ്യുൻ നഫ്സ്. ഇതിൽ മഫ്ഊൽ. ഓപ്ഷൻസ്: ജാഹദ, നഫ്സ, തഖയ്യു. ചിത്രം നഫ്സ. 5. അബൂ ലഹബിന്റെ ഭാര്യ. ഓപ്ഷൻസ്: ഉമ്മു ഖൈസ്, ഉമ്മു കുൽസൂം, ഉമ്മു ജമീൽ. ചിത്രം ഉമ്മു ജമീൽ. 6. ഫീ ജീദിഹാ ഹബുലുൻ എന്നതിലെ ജീദ് എന്ന വാക്കിനർത്ഥം. ഓപ്ഷൻസ്: ഉനുഖ്, ലീഫ്, മസദ്. ചിത്രം ഉനുഖ്. അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 7. ജാഅ റുജുലുൻ. 8. കതബ മുഹമ്മദുൻ. 9. സഅദ ത്വാലിബുൽ ജബല. 10. അൽ ഹർറു ഷദീദ്. 11. അൽ ലൈഫു ജാഇഉൻ. ഇപ്പുറത്ത് നോക്കൂ. എ അൽ ഖബർ, ബി അൽ മുബ്തദ, സി അൽ ഫിഅൽ, ഡി അൽ മഫ്ഊൽ, ഇ അൽ ഫാഇൽ. റൈറ്റ് സൈഡിൽ അടിവരയിട്ടതിന് യോജിച്ചത് നമ്മൾ ചേർക്കണം. 7. ജാഅ റുജുലുൻ. ഇതിൽ ഏതാണ് അടിവരയിട്ടത്? ജാഅ. ചിത്രം സി അൽ ഫിഅൽ. 8. കതബ മുഹമ്മദുൻ. ഏത് വാക്കാണ് അടിവരയിട്ടത്? മുഹമ്മദുൻ. ചിത്രം ഇ അൽ ഫാഇൽ. 9. സഅദ ത്വാലിബുൽ ജബല. ഏത് വാക്കാണ് അടിവരയിട്ടത്? അൽ ജബല. ചിത്രം ഡി അൽ മഫ്ഊൽ. 10. അൽ ഹർറു ഷദീദ്. ഏത് വാക്കാണ് അടിവരയിട്ടത്? എ അൽ ഖബർ. 11. അൽ ലൈഫു ജാഇഉൻ. ഇതിൽ ഏത് വാക്കാണ് അടിവരയിട്ടത്? അൽ ലൈഫ്. ചിത്രം ബി അൽ മുബ്തദ, CEDAB. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 12. ഹജ്ജത്തുൽ വദാഇൽ തിരുക്കേശങ്ങൾ ജനങ്ങൾക്കിടയിൽ വീതിച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡാഷിനെ ഏൽപ്പിച്ചു. അവരിൽ പൂരിപ്പിക്കേണ്ടത് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. ഹജ്ജത്തുൽ വദാഇൽ തിരുക്കേശങ്ങൾ ജനങ്ങൾക്കിടയിൽ വീതിച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. 13. വഹസുന ഡാഷ് റഫീഖ. അവരിൽ പൂരിപ്പിക്കേണ്ടത് ഉലായിക. വഹസുന ഉലായിക റഫീഖ. 14. വൽ ഇമാമു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഉതിയ ഡാഷ് ഷഅറാത്തി മിൻ ഷഅരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിൽ പൂരിപ്പിക്കേണ്ടത് സലാസ. വൽ ഇമാമു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഉതിയ സലാസ ഷഅറാത്തി മിൻ ഷഅരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 15.
ഫദ്കുർ ഹുജൂമ ഡാഷ് ലസ്സാത്ത് വഫജഅത സവാലി വൽ ഫവാത്ത്. ആവലിൽ പൂരിപ്പിക്കേണ്ടത് ഹാസിമി. ഫദ്കുർ ഹുജൂമ ഹാസിമിൽ ലസ്സാത്ത് വഫജഅത സവാലി വൽ ഫവാത്ത്. 16 വൽ ഇസ്മു ഇമ്മ ഡാഷ് ഔ മുഅന്നസ്. ആവലിൽ പൂരിപ്പിക്കേണ്ടത് മുസക്കർ. വൽ ഇസ്മു ഇമ്മ മുസക്കറു ഔ മുഅന്നസ്. 17 വഅൻസിർ ഡാഷ് അഖറബീൻ. ആവലിൽ പൂരിപ്പിക്കേണ്ടത് അഷീറത്തക. വഅൻസിർ അഷീറത്തക്കൽ അഖറബീൻ. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18 സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ്. ഉത്തരം സഫിയ ബിന്ത് അബ്ദുൽ മുത്തലിബ്. 19 സൂറത്തുൽ മസദിന്റെ മറ്റൊരു പേർ. ഉത്തരം സൂറത്ത് തബ്ബത്ത്. 20 ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായ യുദ്ധം. ഉത്തരം ഉഹുദ്. 21 ഇഅ്റാബുൽ ഫാഇൽ എന്ത്. ഉത്തരം റഫ്അ. 22 അബൂ ലഹബിന്റെ മക്കളിൽ ഷാമിൽ വെച്ച് സിംഹം പിടിച്ചവൻ. ഉത്തരം ഉത്തൈബ. 23 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് കുപ്പിയിൽ ശേഖരിച്ച മഹദി. ഉത്തരം ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24 അല്ലാഹു തആലയെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുന്നവർ ആരുടെ കൂടെയായിരിക്കും. ഉത്തരം അവർ അല്ലാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാർ, സത്യവാൻമാർ, രക്തസാക്ഷികൾ, സച്ചരിതർ എന്നിവരോടൊപ്പമായിരിക്കും. 25 സാദഖല്ലാഹു ഹിർസൻ അലാ തവാഇയത്തില്ലാഹി വ തവാഇയത്തി റസൂലിഹി. ഇത് ആരെക്കുറിച്ച് പറഞ്ഞതാണ്. ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതാണിത്. 26 അൽ ജുംലത്തുൽ ഇസ്മിയ്യ എന്നാൽ എന്ത്. ഉത്തരം ജുംലത്തുൽ ഇസ്മിയ്യ എന്നത് അർത്ഥമുള്ള വാചകങ്ങളാണ്. അത് മുബ്തദഉം ഖബറും ചേർന്ന ജുംലയാണ്. 27 അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മരണസമയത്ത് ചെയ്ത വസിയത്ത് എന്തായിരുന്നു. ഉത്തരം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുക്കേശത്തിൽ നിന്ന് 3 കേശങ്ങൾ കിട്ടി. തൻ്റെ മരണവേളയിൽ ഓരോ കണ്ണിലും ഓരോ കേശം വീതവും നാവിൽ ഒരു കേശവും വെക്കണമെന്നായിരുന്നു അദ്ദേഹം വസിയത്ത് ചെയ്തത്. 28 സന്ദർഭം വിവരിക്കുക. അസബ്തി. ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ മഹദി ഒരു കുപ്പിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് ശേഖരിക്കുമ്പോൾ നബി തങ്ങൾ ഉണർന്നു ചോദിച്ചു, ഉമ്മു സുലൈം, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ മഹദി പറഞ്ഞു, അങ്ങയുടെ വിയർപ്പാണിത്. ഞങ്ങളിത് സുഗന്ധങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ഇത് ഏറ്റവും വലിയ സുഗന്ധമാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് ഇതിൻ്റെ പുണ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞ മറുപടിയാണിത്. 29 ആശയം എഴുതുക. വസിൻ ബിഹുക്മി ശർഇ കുല്ല ഖാതിർ ഫഇയകുൻ മഅമൂറഹു ഫബാദിർ. ഉത്തരം നിന്റെ മുഴുവൻ മനോവിചാരങ്ങളെയും ഷർഇന്റെ വിധിയുമായി തുലനം ചെയ്യുക. അത് മതകൽപിതമെങ്കിൽ ഉടൻ അത് നിർവഹിക്കുക. 30 അബൂ ലഹബിന്റെ ഭാര്യയുടെ അന്ത്യം എങ്ങനെയായിരുന്നു. ഉത്തരം അബൂ ലഹബിന്റെ ഭാര്യ വിശ്രമിക്കുന്നതിനിടയിൽ ഒരു മലക്ക് വന്ന് പിന്നിൽ നിന്ന് അവളുടെ കയറ് കൊണ്ട് കഴുത്തു നിരിച്ച് അവളെ കൊലപ്പെടുത്തി. 31 ആശയം എഴുതുക. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ലൈഫഹു. ഉത്തരം ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അതിഥിയെ സൽക്കരിക്കട്ടെ. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32 സൂറത്തുൽ മസദിന്റെ സംക്ഷിപ്തം. ഉത്തരം തിരുനബിയോട് ശത്രുത പുലർത്താൻ പരസ്പരം സഹായിച്ച ഭാര്യ ഭർത്താക്കന്മാരുടെ
അന്ത്യത്തെക്കുറിച്ച് ഈ സൂറത്ത് വിവരിക്കുന്നു. അബൂ ലഹബും ഭാര്യ ഉമ്മു ജമീലുമാണവർ. അബൂ ലഹബിന് വിനാശവും നഷ്ടവും സംഭവിച്ചുവെന്നും അവൻ്റെ ധനമോ സന്താനങ്ങളോ അവന് ഉപകാരപ്പെട്ടില്ലെന്നും അവൻ നരകാവകാശിയാണെന്നും ഈ സൂറത്ത് പ്രഖ്യാപിക്കുന്നു. തിരുനബിയെയും സത്യവിശ്വാസികളെയും ഉപദ്രവിക്കാനും ശത്രുത കാണിക്കാനും കുഫ്രിന് കൂട്ടുനിന്ന് തൻ്റെ ഭാര്യയുടെ അനന്തരം നരകത്തിലേക്കാണെന്നും ഈ സൂറത്ത് പറയുന്നു. അവൾ മുള്ളിൻ കെട്ട് ചുമന്ന് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിൽ വിതറാറുണ്ടായിരുന്നു. 33. ളിയാഫത്തുൻ അജ്ബല്ലാഹു മിൻഹാ. അല്ലാഹു തആല അത്ഭുതപ്പെട്ട സൽക്കാരം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ വിശന്ന് വലഞ്ഞ ഒരു വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ തൻ്റെ ഒരു ഭാര്യയുടെ അടുത്തേക്ക് ആളെ അയച്ചു. അവർ പറഞ്ഞു, എൻ്റെ അടുക്കൽ വെള്ളമല്ലാതെ ഒന്നുമില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഭാര്യയുടെ അടുത്തേക്ക് ആളെ വിട്ടു. അവരും അതേ മറുപടി പറഞ്ഞു. എല്ലാ ഭാര്യമാരും പറഞ്ഞു, ഇവിടെ വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആരാണ് ഇദ്ദേഹത്തെ ഇന്ന് രാത്രി വിരുന്നൂട്ടുക? അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തെ കൊണ്ടുപോവുകയും തൻ്റെ ഭാര്യയോട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അതിഥിയെ സൽക്കരിക്കുക എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കുട്ടികൾക്കുള്ള ഭക്ഷണം മാത്രമാണ് ഇവിടെ ഉള്ളതെന്ന് അവർ ഭർത്താവിനെ അറിയിച്ചു. കുട്ടികളോട് നീ വല്ല കാരണവും പറയുക. അവർ സന്ധ്യാഭക്ഷണം ഉദ്ദേശിക്കുമ്പോൾ അവരെ ഉറക്കുക. നമ്മുടെ അതിഥി കടന്നു വന്നാൽ വിളക്കണയ്ക്കുക, നാം തിന്നുന്നതായി അഭിനയിക്കുക എന്ന് അദ്ദേഹം ഭാര്യയെ അറിയിച്ചു. അവരെല്ലാവരും ഇരുന്നു. അതിഥി ഭക്ഷണം കഴിച്ചു. അവർ രണ്ടുപേരും വിശന്നവരായി രാത്രി കഴിച്ചു കൂട്ടി. പ്രഭാതമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്ന അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നലെ രാത്രി അതിഥിയോട് നിങ്ങൾ ചെയ്തത് കണ്ട് അല്ലാഹു തആല അത്ഭുതപ്പെട്ടു പോയി. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.